പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സൂപ്പർ താരമായ ബ്രോക്ക് ലെസ്നറിനെ WWE ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പങ്കുവെക്കുന്നത്. അപ്പോൾ അധികം ദീർഘിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സൂപ്പർ താരമായ ബ്രോക്ക് ലെസ്നറിനെ നിലവിൽ നേരിടേണ്ടി വന്ന ലൈംഗികപരമായിട്ടുള്ള കേസുകളിലെ അലിഗേഷൻസ് അത് എന്തൊക്കെയാണെന്നുള്ളത് മുൻപുള്ള വീഡിയോസിൽ പങ്കുവെച്ചതുകൊണ്ട് തന്നെ അത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിലവിൽ പുറത്തേക്ക് വരുന്ന ഒരു അപ്ഡേറ്റ് PW ഇൻസൈഡ് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് WWE 2K സൂപ്പർ കാർഡ് എന്ന് പറയുന്ന ഡിജിറ്റൽ ഗെയിമിൽ ബ്രോക്ക് ലെസ്നറിൻ്റെ ക്യാരക്ടറിനെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 2K ഗെയിമുകളിൽ നിന്നും വൈകാതെ ബ്രോക്ക് ലെസ്നറിനെ അവർ ഒഴിവാക്കും എന്നുള്ളതും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ ഗെയിമുകളിൽ നിന്ന് ഇപ്പോൾ തന്നെ ബ്രോക്കിനെ ഒഴിവാക്കുന്നു എന്ന് പറയുമ്പോൾ WWEയുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ ബ്രോക്ക് ലെസ്നറിനെ ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത്. കൂടാതെ WWEയുടെ ഫൗണ്ടറായ വിൻസ് മിക്മാനെയും പ്രൊഫൈലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റും വെബ്സൈറ്റിനെ സംബന്ധിച്ച് നിലവിൽ PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും വെബ്സൈറ്റിൽ കയറി, അതായത് WWEയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി വിൻസ് മിക്മാൻ്റെ പ്രൊഫൈൽ നോക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള ഒരു അപ്ഡേറ്റാണ് PW ഇൻസൈഡർ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനർത്ഥം WWE ഈ ഒരു അലിഗേഷൻസ് നേരിട്ട വിൻസ് മിക്മാൻ, ജോൺ ലോറൻസ്, ബ്രോക്ക് ലെസ്നർ തുടങ്ങിയവരെയൊക്കെ എല്ലാ വിധത്തിലുമുള്ള ഓർമ്മകളിൽ നിന്ന് ഒഴിവാക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവരുടെ പേര് ഇനിയുള്ള വീക്ക്ലി എപ്പിസോഡ്സിലോ പ്രീമിയം ലൈവ് ഇവൻറ്റിലോ മെൻഷൻ ചെയ്യാതിരിക്കാനും അവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പലരുടെയും ഒരു സംശയമുള്ളത് UFC ബ്രോക്ക് തിരികെ വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ള ഒരു ഉത്തരം. കാരണം എൻഡെവർ എന്ന് പറയുന്ന കമ്പനിയുമായി WWE മെർജ് ചെയ്യുന്നതിലൂടെ TKO എന്ന് പറയുന്ന പുതിയൊരു കമ്പനി വരികയുണ്ടായി. TKOയ്ക്ക് കീഴിലാണ് നിലവിൽ WWE എന്ന് പറയുന്ന റെസ്ലിംഗ് കമ്പനിയും UFC എന്ന് പറയുന്ന MMA പ്രൊമോഷനും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിക്ക് കീഴിലുള്ള രണ്ട് വ്യത്യസ്ത കോമ്പാക്ട് സ്പോർട്സ് കമ്പനികളാണ് ഈ UFCയും WWE എന്ന് പറയുന്ന കമ്പനിയും. അപ്പോൾ WWEയിൽ നിലവിൽ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന WWEൻ്റെ തന്നെ ഗുഡ്വില്ലിനെ ഏറ്റവും വലിയൊരു പ്രശ്നമായി നിൽക്കുന്ന ബ്രോക്ക് ലെസ്നറിനെ UFC എന്തായാലും അവർ കൊണ്ടുവരില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കൂടാതെ പ്രസിഡൻ്റായ ഡാന വൈറ്റും UFC ഇനി ബ്രോക്കിനെ കൊണ്ടുവരില്ല എന്നുള്ളത് ഈ ഒരു അലിഗേഷൻസ് ഒക്കെ വരുന്നതിന് മുൻപേ പങ്കുവച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. മറ്റൊരു സംശയം AEWയിലേക്ക് ബ്രോക്ക് ലെസ്നർ വരാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു. എന്തായാലും നിലവിൽ WWE ഒരു കോൺട്രാക്റ്റുള്ള ഒരു റെസ്ലർ ആണ് ബ്രോക്ക് ലെസ്നർ. പക്ഷേ ബ്രോക്ക് ലെസ്നറിന് നേരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ വന്ന് WWE എന്ന് പറയുന്ന കമ്പനി തന്നെ ബ്രോക്കിനെ ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് നോക്കുന്നത്. അങ്ങനെയുള്ള ഒരു റെസ്ലറിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി AEW എന്തായാലും ശ്രമിക്കില്ല. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ബ്രോക്കിനെ AEW കൊണ്ടുവരാൻ ശ്രമിക്കുമോ അതിനെക്കുറിച്ചിട്ടൊന്നും നമുക്ക് അറിയില്ല. നിലവിൽ എന്തായാലും AEW ബ്രോക്കിനെ അവരുടെ കൂടാരത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ ഒന്നും നടത്തില്ല, ഇതുവരെ നടത്തിയിട്ടുമില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കോൺട്രാക്റ്റിൽ നിന്ന് ബ്രോക്കിനെ ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ നിങ്ങളുമായി പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.